ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഞാൻ എൻ്റെ ഒരു ഡെയിലി ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റിച്ചുവിനൊക്കെ കൊണ്ടേക്ക് വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ തുണികളൊക്കെ ഉണക്കാനിടുകയാണ്. ഇന്നലത്തെ തുണികളാണ്. ഇന്നലെ മഴയായത് കാരണം അതൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല വെയിൽ കണ്ടപ്പോൾ തുണികളൊക്കെ ഞാൻ അത് ഹാങ് റോഡിന് കൂടി അങ്ങനെ കൊണ്ടിടുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈശമോൾ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് ഒരുക്കുക ആണ്. അപ്പോൾ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി പണികളാണ് ഇനിയുള്ളത്. പാത്രം മോറ, അടിച്ചൊരു തുടക്കുക, അങ്ങനത്തെ പണികളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അടിച്ചോരാണ് ആദ്യം. അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല, അമ്മ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടിച്ചോരാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇഷമോൾക്ക് പനിയാണ്. അപ്പോൾ അവളെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് ബുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെയും അടുക്കള പണിയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുക്കളൊക്കെ ഭയങ്കര മെസ്സായി കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇഷമോളൊന്ന് ഉണർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെയും പാൽ കൊടുത്തപ്പോൾ അവൾ പിന്നെയും ഉറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പണികൾ തീർക്കുകയാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇഷമോളായിട്ട് പോവാൻ. അപ്പോൾ ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞാൽ 12:30 വരെയേ ഉള്ളൂ. പിന്നെ 2:30-ക്ക് ശേഷമേ ഡോക്ടർ വരുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, പെട്ടെന്ന് അങ്ങനെ പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് തുടക്കുകയാണ്. ഇത് പുറത്തെ അടുക്കളയാണ്. അപ്പോൾ അവിടെയാണ് ചോറ് വയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ തുടച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തുടക്കുകയാണ്, ഉള്ളൊക്കെ തുടക്കുകയാണ്. ഇത് ഞങ്ങളുടെ റൂമാണ് കേട്ടോ. അപ്പോൾ റൂമൊക്കെ ഞാൻ തുടച്ചുകൊണ്ടിരിക്കുക. കട്ടിൻ്റെ അടിയിലൊക്കെ കുറേ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊന്നും തുടയ്ക്കുന്നില്ലേ. പിന്നെ അതങ്ങനെ തുടയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ വന്നാൽ ഏട്ടൻ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് കുളിക്കാൻ നിന്നു. തലയിൽ എണ്ണയൊക്കെ പുരട്ടാണ്. അപ്പോൾ 2 ദിവസമായിട്ട് എണ്ണയൊന്നും പുരട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഓരോ തിരക്കായിട്ട്. അപ്പോൾ ഞാൻ തലയിലൊക്കെ അപ്പോൾ മുടി ഭയങ്കര പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ നന്നായി തേച്ച് കുളിച്ച് വന്നപ്പോൾ ഇഷമോൾ എണീറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് കഞ്ഞി കൊടുക്കുകയാണേ. കഞ്ഞിയൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. കാരണം അവൾക്ക് തീരെ വയ്യ, പനിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ ഏതായിട്ടും വന്ന് ഞങ്ങൾ ഹോമിയോ ആണ് കാണിക്കുന്നത്. ഹോമിയോ ആണ് ഇടയ്ക്ക് കാണിക്കൽ. നല്ല പനി വരുമ്പോൾ മാത്രമേ മറ്റേ മരുന്ന് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ക്ലിനിക്കാണ്. അപ്പോൾ അവിടെ പാലത്തിൻ്റെ പണിയാണ്ട് ഞങ്ങൾ ഈ റോഡിൻ്റെ ഇപ്പുറത്താണ് വണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടറെയൊക്കെ കാണിച്ച് ഗുളിക തന്നു. അവൾക്ക് മേത്ത് തരിയായിട്ട് പൊന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വരുന്ന വഴി ഒരു കൊറിയർ അയക്കാനുണ്ടായിരുന്നേ. അപ്പോൾ അത് അയച്ചത് അവൾക്ക് സോപ്പൊക്കെ മേടിച്ചു. കോട്ടയ്ക്കലിൽ ഉള്ള ബേബി സോപ്പാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ മേടിച്ച് വന്നു. പോവാൻ നിൽക്കുക കേട്ടോ. ആളാകെ ക്ഷീണിച്ചിരുന്നു. അപ്പോൾ അച്ഛൻ വരുന്ന കാത്ത് നിൽക്കുക. വന്നു. ഏട്ടനെ അവിടെ അടുത്ത് തന്നെയാണ് പണി. അപ്പോൾ അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നോക്കി അങ്ങോട്ട് കാണും. അപ്പോൾ അവിടെ പണിയെടുക്കുന്നത് ആവശ്യമുള്ള ഇതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു കൊച്ചു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.